യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം, അമേരിക്കയെ വിശ്വസിച്ച യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ കയ്യും കാലും വിട്ട് അടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് യുക്രൈനിലേക്ക് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 367 ഡ്രോണുകളും മിസൈലുകളുമാണ് യുക്രൈനിലേക്ക് റഷ്യ വിക്ഷേപിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 367 ഡ്രോണുകളും മിസൈലുകളുമാണ് യുക്രൈനിലേക്ക് പോയിരിക്കുന്നത്. തടവുകാരെ മോചിപ്പിക്കുന്നതിനിടയിൽ യുക്രൈനെതിരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ യുക്രൈനിലേക്ക് 367 ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു. ആക്രമണം യുക്രൈനിൽ വ്യാപകമായിട്ടുള്ള നാശം വിതച്ചിട്ടുണ്ടെന്ന സുപ്രധാനമായിട്ടുള്ള വിവരം വരുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നു. 3 കുട്ടികൾ ഉൾപ്പെടെ 13 പേരാണ് ഇതിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഔദ്യോഗികമല്ല, ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതേസമയം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സെലൻസ്കി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും മാക്സിമം നമ്മളത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. 266 റഷ്യൻ ഡ്രോണുകളും 45 മിസൈലുകളും തങ്ങളുടെ വ്യോമസേന വെടിവെച്ചിട്ടതായിട്ട് യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നാശനഷ്ടങ്ങൾ പൂർണ്ണമായും തടയാനായി കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിൽ അപ്പാർട്ട്മെൻറ്റുകളും കെട്ടിടങ്ങളും തകർന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പോലും റഷ്യ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇത് ഡൊണാൾഡ് ട്രംപിനെയാണ് കുറ്റം പറയുന്നത്. ഇതുകൊണ്ട് സെലൻസ്കി തെക്കൻ യുക്രൈനിലെ മൈക്കോലൈവിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 77 വയസ്സുള്ള ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ അപ്പാർട്ട്മെൻറ്റിൽ നാശവും ഉണ്ടായി. കെട്ടിടത്തിന് ചുറ്റും അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും അമേരിക്കയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇതിന് ഉത്തരവാദി ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഒരു മര്യാദയും ഇല്ലാതെ കൈ മലർത്തി കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പുടിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതേ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം പുടിൻ യുദ്ധം നിർത്താൻ ഞാൻ പറഞ്ഞിട്ട് പോലും തയ്യാറാകുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അമേരിക്കയുടെയും ലോകത്തിൻ്റെയും നിശബ്ദത വ്ളാഡിമിർ പുടിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നുവെന്ന് സെലൻസ്കിയും സൈഡിൽ കൂടെ ട്രംപിനെ കുത്തുന്നുണ്ട്. റഷ്യ യുക്രൈനെതിരെ ഭീകരാക്രമണം നടത്തുകയാണ്, അത് നിരോധിക്കാൻ അതുപോലെ സമ്മർദ്ദമില്ലാതെ ഒന്നും മാറില്ല. റഷ്യയും സഖ്യകക്ഷികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സമാനമായ നാശം വിതയ്ക്കുന്നത് തുടരും എന്നാണ് കൃത്യമായി ഇപ്പോൾ യുക്രൈൻ പറയുന്നത്. 95 യുക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയും പറയുന്നുണ്ട്. പിന്നീട് 12 പേരെ മോസ്കോയ്ക്ക് സമീപം തടയുകയും ചെയ്തു. റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നുമുള്ള പ്രതിനിധികൾ തമ്മിൽ തുർക്കിയിൽ സമാധാന ചർച്ചകൾ നടന്നുവെന്ന് നമുക്ക് നിങ്ങളോട് പറയാം. 2 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ഈ ചർച്ചകളിൽ ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നും സെലൻസ്കി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.